അങ്ങനെ അവസാനം അബ്ദുൾ റഹീമിനെ കണ്ട സന്തോഷത്തിൽ ഉമ്മ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയും എല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുകയായിരുന്നു അബ്ദുൾ റഹീമും അതുപോലെ തന്നെ ഉമ്മയും. അബ്ദുൾ റഹീം സൗദിയിൽ ജയിലിൽ കഴിയാൻ തുടങ്ങിയതിന് നീണ്ട 18 വർഷങ്ങൾ. എന്നാൽ 2 ദിവസം മുൻപ് അബ്ദുൾ റഹീമിനെ കാണാൻ ഉമ്മയും കുടുംബവും സൗദി ജയിലിലെത്തിയിരുന്നു. എന്നാൽ അബ്ദുൾ റഹീമിനെ കാണാൻ പോയപ്പോൾ അബ്ദുൾ റഹീം വിസമ്മതിച്ചു. അബ്ദുൾ റഹീം പറഞ്ഞ കാരണങ്ങൾ എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ പിന്നിൽ കുറേ കള്ളന്മാരാണ്, അവർ കൂടെ ഉണ്ടാവുമ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഉമ്മ ഒരുപാട് കരഞ്ഞു പറഞ്ഞു. ഏകദേശം അരമണിക്കൂറോളം ഉമ്മയും കുടുംബവും ആ ജയിൽ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും റഹീമിനെ കണ്ടിട്ടേ മടങ്ങൂ എന്നുള്ള വാശിയിൽ തന്നെയായിരുന്നു ഉമ്മ. പക്ഷേ റഹീം ഒരു രീതിയിലും അടുത്തിരുന്നില്ല. എന്നാൽ ഇന്ന് റഹീം ജയിൽ അധികൃതരെ അറിയിക്കുന്നു ഉമ്മയെ കാണണമെന്ന്. ആ ഉടനടി തന്നെ ഉമ്മയും സഹോദരനും അമ്മാവനും കൂടി ജയിലിലെത്തുന്നു. എന്നാൽ അവർ റഹീമുമായി സംസാരിക്കുന്നു. ഏകദേശം അരമണിക്കൂർ നീണ്ടുനിന്ന സംസാരമായിരുന്നു. 18 വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ആ ഉമ്മയും സഹോദരനും ഒക്കെ റഹീമിനെ കാണുന്നത്. അതിൽ കുറേ സംസാരിക്കാനുണ്ടാവും, കരയാനുണ്ടാവും, ചിലപ്പോൾ വാക്കുകൾ കിട്ടുന്നുണ്ടാവില്ല സംസാരിക്കാൻ, കെട്ടിപ്പിടിക്കുന്നുണ്ടാവും. എന്താണല്ലേ ഒരു മനുഷ്യന്റെ അവസ്ഥ? താരനുകൊണ്ട് ചെയ്യാത്ത ഒരു കുറ്റത്തിനാണ് ജയിലിൽ കിടന്നത് 18 വർഷം. ഒരു ആയുസിന്റെ പകുതി മുക്കാലോളം ജയിലിൽ തീർത്തു. എന്തൊരു ദുരവസ്ഥ! ഇങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ. ശേഷം മീഡിയയെ കാണുന്നുണ്ട് ഉമ്മയും കുടുംബവും. മീഡിയ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉമ്മയോട്. റഹീം എന്താണ് പറഞ്ഞത്, റഹീം എന്തുകൊണ്ട് അന്ന് വിസമ്മതിച്ചു കാണാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉമ്മയോട്. എന്നാൽ ഉമ്മയ്ക്ക് ഇപ്പോഴും വാക്കുകൾ കിട്ടുന്നില്ല. ഇപ്പോഴും മകനെ കണ്ട സന്തോഷത്തിന്റെ നിർവൃതിയിലായിരുന്നു. ഈ ജന്മത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മകന്റെ അടുത്ത് ജയിലിലെത്തി മകനെ കാണാൻ സാധിച്ചത്. വളരെ സന്തോഷവതിയാണ്. പക്ഷേ കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ വൈകാരിക രംഗങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. വീണ്ടും മീഡിയക്കാർ ചോദിക്കുന്നു, എന്താണ് അന്ന് റഹീം കാണാൻ വിസമ്മതിച്ചത് എന്ന്. അപ്പോൾ ഉമ്മ പറയുന്നു, അതൊന്നും എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് എൻ്റെ മകനെ കണ്ണു നിറയെ കാണുകയായിരുന്നു വേണ്ടത്, അവനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു വേണ്ടത്, അവനൊക്കെ ഒരുപാട് ചുംബനങ്ങൾ നൽകുകയായിരുന്നു വേണ്ടത്. എൻ്റെ മകനെയും കൊണ്ടേ ഞാൻ നാട്ടിലേക്ക് പോകുകയുള്ളൂ എന്ന വാശിയിലാണ് ഉമ്മ. എന്നാൽ അവർക്ക് 2 ദിവസം കഴിഞ്ഞാലുടൻ തിരിച്ചു മടങ്ങേണ്ടത് ഉണ്ട്. പക്ഷേ റഹീമിന്റെ വിധി വരുക 7-ാം തീയതിയാണ്. കേരളക്കര ഒന്നാകെ ഒന്നിച്ചായിരുന്നു 34 കോടി റഹീമിന് വേണ്ടി സമാഹരിച്ചത്. എന്നാൽ അത് റഹീമിന്റെ ജയിൽ മോചനത്തിന് വേണ്ടിയായിരുന്നില്ല, തൂക്കുകയറിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു 34 കോടി സമാഹരിച്ച് എത്തിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും റഹീം ജയിലിൽ തുടരുന്നത്. എന്നാൽ ഈ 7-ാം തീയതി റഹീമിന്റെ വിധി വരുന്നുണ്ട്. എല്ലാം റഹീമിന് അനുകൂലമായി റഹീമിന് ജയിലിൽ നിന്ന് മോചിതനാവാൻ കഴിയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആ ഉമ്മയ്ക്ക് റഹീമിന്റെ ഒപ്പം തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുവാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കാം. അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റിലൂടെ രേഖപ്പെടുത്തൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.